സ്വർഗീയ രാജനീശോ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ഞങ്ങൾക്ക് ജീവൻ നൽകുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് കൃപാസനം പ്രത്യക്ഷീകരണ മധ്യസ്ഥ പ്രാർത്ഥന. അമ്മേ പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മാധ്യസ്ഥം തേടിത്തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. ദിവ്യകാരുണ്യനാഥൻ പരിശുദ്ധ അമ്മ വഴിയായി നമുക്ക് നൽകിയിട്ടുള്ള എല്ലാ നിരവധി അനുഗ്രഹങ്ങളെ ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് ഇരുകരങ്ങളെ ഉയർത്തി സ്തുതിച്ച് അവിടുത്തെ ആരാധിക്കാം. കരങ്ങൾ നെഞ്ചോട് ചേർത്ത് പിടിച്ച് ശിരസ്സ് നമിച്ച് നമുക്ക് അവിടുത്തെ ആരാധിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് പ്രതിസന്ധികൾക്ക് മധ്യ വെളിച്ചമായി നിൽക്കുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് തളർന്നു പോകുന്ന മനസ്സുകൾക്ക് ബലമായി നിൽക്കുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് അമ്മേ പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര വിധിപ്രകാരമുള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദൈവമാതാവിന്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിന്റെ പേടകവും പ്രപഞ്ച പ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധ അമ്മയുടെ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിന്റെ ദുരന്ത അവസ്ഥകളെ അകപ്പെട്ട് കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിന്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവിക്കുക വഴി ആത്മീയ വിശുദ്ധിയും ദൈവശക്തി കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമേ. ഒരിക്കൽ കൂടി ദിവ്യകാരുണ്യനാഥനെ നമ്മുടെ ജീവിതത്തിലെ എല്ലാ മേഖലകളെ സമർപ്പിച്ചുകൊണ്ട് ഈ തിരുമണിക്കൂറുകളെ സമർപ്പിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനിലൂടെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്താൽ
ദൈവവചനങ്ങളൊക്കെ നമുക്ക് ലഭിക്കുന്നതിനെ ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് എല്ലാ മേഖല സംബന്ധിച്ച ഇരുകരങ്ങളെ എടുത്ത് നമുക്ക് സ്തുതിച്ച് ആരാധിക്കാം. യേശുവേ, എന്റെ ജീവിതത്തിലേക്ക് വരണമേ, എന്റെ കുടുംബത്തിലേക്ക് വരണമേ, നിമിഷങ്ങളെ അഭിഷേകമാക്കി മാറ്റണം. ഞങ്ങൾക്ക് ആവശ്യമായ ദൈവവചനങ്ങൾ നൽകി ഞങ്ങളെ പ്രബുദ്ധരാക്കുവാൻ നമ്മുടെ ജോസഫച്ചനെ അഭിഷേകം ചെയ്യണമേ. ഈ നിമിഷങ്ങളിലേക്ക് വലിയ കൃപ, സ്വർഗീയ അഗ്നി ഈ കുടുംബത്തിന്റെ മേലെ, എല്ലാവരുടെ മക്കളുടെ മേലെ ഇറങ്ങി വരണമേ. ഹല്ലേലൂയ, യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കാത്തുകൊള്ളിടണമേ നീ, കാരുണ്യസാഗരമേ, കാത്തുകൊള്ളിടണമേ നീ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഓരോ പ്രഭാതത്തിലും പുതിയ സ്നേഹം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങളുടെ ഹൃദയത്തെ കത്തിച്ചൊലിപ്പിക്കുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധ അമ്മേ, ജപമാല മാതാവേ, സകല കൃപാസന പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗവും. പ്രിയമുള്ളവരെ, മൗനമായി നമ്മുടെ വിവിധ ആവശ്യങ്ങൾ നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കാം. പ്രത്യേകമായിട്ടും ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിക്കുന്നവരുടെ ഓരോ നിയോഗങ്ങളും ഓൺലൈൻ ഉടമ്പടിയിലൂടെയും ലൈറ്റ് ആൻഡ് പ്രയർ റിക്വസ്റ്റിലൂടെയും തീർത്ഥാടക ഉടമ്പടിയിലൂടെയും നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നവർ എല്ലാവരെയും നമുക്ക് സമർപ്പിക്കാം. ഈ കൃപാസന എല്ലാ ശുശ്രൂഷകരെയും, ഇവിടുത്തെ ഓരോ കുടുംബാംഗങ്ങളെയും, ഇവിടെ കടന്നു വന്ന ശുശ്രൂഷ ചെയ്യുന്ന ഏവരെയും, ഇവിടെ കടന്നു വന്ന ഓരോ മക്കളെയും പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായ മാധ്യസ്ഥം സഹായമുണ്ടാകുവാനും ബഹുമാനപ്പെട്ട ഡോക്ടർ വി.പി. ജോസഫ് വലിയ വീട്ടിലച്ഛന് വലിയ അഭിഷേകത്തോടെ ഇനിയും ധാരാളം ശുശ്രൂഷകൾ ചെയ്യുവാനും അനേകരെ യേശുവിലേക്ക് അമ്മയിലേക്ക് ചേർത്ത് നിർത്തുവാനും അച്ഛനെ അനുഗ്രഹിക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതിലിവിടെ ചെയ്യുന്ന ഓരോ ശുശ്രൂഷകരെ അവരുടെ കുടുംബാംഗങ്ങളെയും നമുക്ക് സമർപ്പിക്കാം. ഇന്ന് പ്രത്യേകമായ സഹായം ആവശ്യമുള്ളവരെ പരിശുദ്ധ അമ്മ സഹായിക്കണമെന്ന് മൗനമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് ഏറ്റുചൊല്ലാം. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. ഒരിക്കൽ കൂടി ഇരു കരങ്ങൾ ഉയർത്തി നമുക്ക് അവിടുത്തെ സ്തുതിച്ച് ആരാധിക്കാം. അഭിഷേകത്തിന് അഗ്നിയാൽ നിറയ്ക്കണമേ. വലിയ വിടുതലും രോഗശാന്തികളും ഈ ദിവസം സാധ്യമാക്കി തരണമേ. അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങൾക്ക് ആവശ്യമായി നൽകണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. കർത്താവേ ആരാധന. എന്റെ കൂടാരത്തിൽ നീ വരണമെങ്കിലോ നിന്റെ മാരശ്മിയാവേ
വെളിച്ചം നൽകണേ. എന്റെ കൂടാരത്തിൽ നീ വരണമെങ്കിലോ നിൻ കൃപാരശ്മിയാലേ വെളിച്ചം നൽകണേ. സ്വർഗീയ രാജനീശോ നിന്നുണ്ടിൽ വന്നിതാ കാരുണ്യ സാഗരമേ കാത്തുകൊള്ളിടമേ നീ. സ്വർഗീയ രാജനീശോ നിന്നുള്ളിൽ വന്നിതാ കാരുണ്യ സാഗരമേ കാത്തുകൊള്ളിടമേ നീ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. സ്തുതിച്ചു പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. യേശുവേ ആരാധന. ശക്തിയോടും നിന്നെ സ്നേഹിച്ചിരുന്നേ നിന്നെ നിനച്ചുവാടും എന്നിലെഴുന്നള്ളണേ. എൻ ശക്തിയോടും നിന്നെ സ്നേഹിച്ചിരുന്നേ നിന്നെ നിനച്ചുവാഴും എന്നിലെഴുന്നള്ളണേ. സ്വർഗീയ രാജനീശോ നിന്നുള്ളിൽ വന്നിതാ കാരുണ്യ സാഗരമേ കാത്തുകൊള്ളിടമേ നീ. സ്വർഗീയ രാജനീശോ നിന്നുള്ളിൽ വന്നിതാ കാരുണ്യ സാഗരമേ കാത്തുകൊള്ളിടമേ നീ. ഹല്ലേലൂയ ഹല്ലേലൂയ. സ്വർഗീയ രാജനീശോ നിന്നുള്ളിൽ വന്നിതാ കാരുണ്യ സാഗരമേ കാത്തുകൊള്ളിടമേ നീ. സ്വർഗീയ രാജനീശോ നിന്നുള്ളിൽ വന്നിതാ കാരുണ്യ സാഗരമേ കാത്തുകൊള്ളിടമേ നീ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും
പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമുക്കിരിക്കാം. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇത് ഉടമ്പടി ധ്യാനമാണ്. ഉടമ്പടി ധ്യാനത്തിൻ്റെ മുഖ്യ പ്രമേയം ഉടമ്പടി എങ്ങനെയാണ് പ്രയോഗത്തിൽ വരുത്തുന്നത്. രണ്ടാമത്തേത്, ഉടമ്പടിയിൽ എത്ര പെട്ടെന്നാണ് സാക്ഷ്യം പറയാൻ ദൈവാനുഭവത്തിലേക്ക് നമ്മളെ നയിക്കുന്ന ഘടകങ്ങൾ എന്താണ്, എങ്ങനെയാണ് കൃപയിൽ ഉടമ്പടി കൃപയിൽ നിലനിൽക്കുന്നത്. അങ്ങനെയുള്ള വളരെ ഗൗരവതരമായ ചില ആധ്യാത്മിക പ്രശ്നങ്ങളാണ് ഉടമ്പടി ധ്യാനത്തിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. സാധാരണഗതിയിൽ എപ്പോഴും നമ്മൾ എൻ്റെ സഹോദരങ്ങളെ സാക്ഷ്യങ്ങൾ പരിശോധിക്കുമ്പോൾ ഞങ്ങൾ സാക്ഷ്യങ്ങളെ സെലക്ട് ചെയ്യുന്നൊരു മോഡുണ്ട്. ഇപ്പോൾ 20 സാക്ഷ്യങ്ങളൊക്കെയാണ് ഇവിടെ ഒരു ദിവസം പറയാൻ നമുക്ക് സമയം കിട്ടുന്നത്. ദാറ്റ് മീൻസ് ഒരു 11:30 സാക്ഷ്യം പറഞ്ഞാൽ വൈകുന്നേരം 4:30 സാക്ഷ്യം അവസാനിക്കുമ്പോൾ നമുക്ക് പ്രൈമറി ആയിട്ട് ഒരു 20 സാക്ഷ്യം കിട്ടും. പക്ഷേ 20 സാക്ഷ്യം നമ്മൾ അപ്പ് ചെയ്യത്തില്ല. 20 സാക്ഷ്യത്തിൽ അപ്പ് ചെയ്യുന്നത് 2 സാക്ഷ്യങ്ങളേ ഉള്ളൂ. 10-1 വെച്ചാണ് നമ്മൾ സെലക്ട് ചെയ്യണത്. ആ സെലക്ഷൻ മോഡിൽ വരുന്നത് സാക്ഷ്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. ആ സാക്ഷ്യങ്ങൾ കേട്ടാൽ പിന്നീട് ഉടമ്പടി എടുക്കുന്നവർക്ക് ഹൈ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താൻ പറ്റും. ആ ഒരു മോഡ്, ആ ഒരു ഫ്രെയിം നമ്മൾ കോപ്പി ചെയ്ത് കഴിഞ്ഞാൽ പല സാക്ഷ്യങ്ങളും ഫ്രെയിം കോപ്പി ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് തരണത്. കാര്യം ഉടമ്പടി ഓരോ ദിവസവും പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന ദൈവികമായ വലിയ പദ്ധതിയാണ്. അതുകൊണ്ടാണ് ഓരോ ദിവസവും ഉടമ്പടിയുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്നത്. സാക്ഷ്യങ്ങൾ അതുപോലെ ക്വാളിറ്റേറ്റീവ്ലി ഹൈ സാക്ഷ്യങ്ങൾ വരുന്നു. സാധാരണ നിലവാരത്തിനുള്ളതിനേക്കാൾ വളരെ ഗുണനിലവാരമുള്ള സാക്ഷ്യങ്ങൾ വരുന്നതിൻ്റെ കാരണം ആ കറക്റ്റ് ബൈബിൾ ഫോർമാറ്റ് ഇതിൻ്റെ അകത്ത് എക്സിക്യൂട്ട് ചെയ്യുന്നതാണ്. പക്ഷേ കറക്റ്റ് ബൈബിൾ ഫോർമാറ്റ് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി നിങ്ങൾ അതിൻ്റെ സിദ്ധാന്തവും പ്രയോഗവും പഠിക്കണം. എപ്പോഴും നമ്മൾ സംഭവിക്കുന്നത് ഉടമ്പടി ധ്യാനത്തിൽ 2 ഘടകങ്ങളുണ്ടാവും. ഒന്ന്, ഉടമ്പടിയുടെ സിദ്ധാന്ത തലങ്ങൾ പറയും, അതിൻ്റെ തിയറട്ടിക്കലായിട്ടുള്ള വശങ്ങൾ പറയും. പിന്നെ അതിൻ്റെ സാക്ഷ്യങ്ങൾ, പ്രയോഗ വിചാരണ നടത്തും. ആ പ്രത്യേക തിയറിക്ക് പറ്റുന്ന പ്രയോഗം എന്ത്, അതിൻ്റെ എക്സ്പീരിയൻസ്, ജനങ്ങളുടെ എക്സ്പീരിയൻസ് പറയും. അതുകൊണ്ട് ഇപ്പോഴെന്താ സംഭവിച്ചിരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നിങ്ങൾ മനസ്സിലാകും. സാക്ഷ്യം പറയുന്നതിൽ ഒരു 10 പേര് സാക്ഷ്യം പറഞ്ഞാൽ ഒരു 8 പേരും ഹയർ എഡ്യൂക്കേഷനുള്ള ആൾക്കാരാണ് സാക്ഷ്യം പറയണത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കിത് സത്യമാണെന്ന് മനസ്സിലായി. കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരാൾ മനുഷ്യനിവിടെ വന്നിട്ട് പറഞ്ഞു, എൻ്റെ വൈഫിനാണ് ഇതിൻ്റെ അകത്തൊക്കെ കൂടുതൽ വിശ്വാസം, എനിക്കൊരു വിശ്വാസമില്ല. അതൊരു വൈഫിനെ ഞാൻ കൊണ്ടുവന്ന് ഇതിനകത്ത് ആക്കിയിട്ട് ഞാൻ പോയി കടയിൽ പോയി വല്ല ചോറോ ഭക്ഷണമൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയുള്ളൂ, അവൾ ഫ്രീ ആകുമ്പോൾ അവളെ കൂട്ടിക്കൊണ്ട് പോകും. കഴിഞ്ഞ ദിവസങ്ങളിൽ അച്ഛൻ്റെ സെക്വിന TV-യിൽ അച്ഛൻ്റെ ഇൻ്റർവ്യൂ ഞാൻ കേട്ട്. ആ ഇൻ്റർവ്യൂ മൊത്തം സെക്വിന TV നമ്മളോട് വലിയൊരു സ്നേഹമാണ് കാണിച്ചത്. കാര്യം 12 ഇൻ്റർവ്യൂ ചെയ്തവർ, 12 ഇൻ്റർവ്യൂ. 2 ദിവസം ഞാൻ അവിടെ പോയിരുന്നു 12 ഇൻ്റർവ്യൂ ചെയ്യാൻ വേണ്ടി. അപ്പോൾ 12 ഇൻ്റർവ്യൂവിലൂടെ എന്താണ് ഉടമ്പടി, ഉടമ്പടി എങ്ങനെയാണ് വന്നത്, ഉടമ്പടി ഇന്നത്തെ രീതിയിൽ ഇത്രയും വലിയ ഹാർവസ്റ്റിംഗ് നടത്താനുള്ള കാരണങ്ങൾ എന്താണ്, അതിൻ്റെ ഈ കൃപാസനത്തിൻ്റെ ആധ്യാത്മികമായ പരിസരവും അതിൻ്റേതായിട്ടുള്ള കടന്നു വരവിൻ്റെ കാലഘട്ടങ്ങളിൽ നടത്തിയിട്ടുള്ള ആത്മീയ നിക്ഷേപങ്ങളും ഒക്കെ ഞാനവിടെ പറയാനൊരവസരം ഒരുക്കിയിട്ട്, അപ്പോൾ ആൾക്കാർക്ക് ഇപ്പോൾ ബോധ്യം കിട്ടി മുമ്പത്തേക്കാളും. കാര്യം എന്താണ് അങ്ങനെ സെക്വിന TV ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ആലപ്പുഴ പോലും കാണാത്ത മനുഷ്യർ നമ്മളെ ആവശ്യമില്ലാതെ വിമർശിക്കാൻ തുടങ്ങി.
അപ്പോഴാണ് അവരെന്നെ വിളിച്ചത്. വെച്ചാൽ ഇങ്ങനെ കുറച്ച് ഒബ്ജക്ഷൻസൊക്കെ കേൾക്കുന്നുണ്ടല്ലോ, നമുക്കത് ക്ലാരിഫൈ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇറ്റ്സ് ഓക്കെ. അപ്പോൾ അങ്ങനെ അതെനിക്ക് മനസ്സിലായി അമ്മ തന്ന ഒരു അവസരമാണെന്ന്. എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ ഉടമ്പടി എടുക്കുമ്പോൾ ആദ്യമേ എൻ്റെ മക്കളുടെ മനസ്സിലുണ്ടാകേണ്ടത്, ദൈവത്തെ സ്നേഹിക്കാൻ ദൈവം എന്നെ പ്രത്യേകം വിളിച്ചിരിക്കുന്നു. കൈയടിച്ച് കർത്താവിനെ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉടമ്പടി എടുക്കുന്ന എല്ലാ മക്കൾക്കും ഈശോയെ ദൈവസ്നേഹത്തിന്റെ അഭിഷേകം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതെന്താ സംഭവിച്ചാൽ, നമ്മൾ ഈ ഉടമ്പടിയുടെ ഒരു പ്രധാനപ്പെട്ട ഒരു അനുഭവമാണ് ടൈം ഷോർട്ടണിങ്. ടൈം ഷോർട്ടണിങ് എന്ന് പറയുന്നത് എന്താ? സമയ ചുരുക്കം. അപ്പോൾ സമയ ചുരുക്കം തന്നെ അല്ല, ലൈറ്റ് വെയ്റ്റനിങ് എന്ന് പറഞ്ഞൊരു പ്രതിഭാസമുണ്ട്. ലൈറ്റ് വെയ്റ്റനിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഭാരം കുറഞ്ഞു വരിക. ഈ ടൈം ഷോർട്ടണിങ് എന്ന് പറയുന്ന സമയ ചുരുക്കവും ലൈറ്റ് വെയ്റ്റനിങ് എന്ന് പറയുന്ന ഭാരക്കുറവും ഉടമ്പടിയുടെ ഒരു വലിയ അനുഭവമാണ്. ഭാരമെന്ന് ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങൾ എന്താ പറഞ്ഞത്, ഒരു സാക്ഷ്യം എന്ന് പറയണത്, അവർക്ക് എൻ്റെ കലിബറുണ്ട്, അവർ മെറിറ്റോറിയസ് ആണ്, അതുകൊണ്ട് അവരവരെ തന്നെ വിശ്വസിച്ചുകൊണ്ട് അവർ IELTS എഴുതുകയാണ്. പക്ഷേ അത് 3 ഫ്ലോപ്പായിപ്പോയി. പിന്നെ അവർക്കത് ഭാരപ്പെട്ട ഒരു വിഷയമായി മാറി. ഭാരപ്പെട്ട വിഷയം എന്ന് പറയണത് നമുക്കറിയാം. ഇപ്പോൾ ചില വീടുകളിലൊക്കെ ഉള്ള ഏറ്റവും വലിയ പ്രശ്നം എന്താ, അവർക്ക് വീട് വെക്കാൻ പറ്റണില്ല. എന്താ വീട് വെക്കാൻ പറ്റാത്തത്? അവരുടെ പേരിൽ സ്ഥലമില്ല. എന്താ സ്ഥലമില്ലാത്തത്? ഭാഗോടമ്പടി ചെയ്തിട്ടില്ല. എന്താ ഭാഗോടമ്പടി ചെയ്യാത്തത്? മുന്നാധാരമില്ല. ഇങ്ങനെ കുറേ പ്രശ്നങ്ങളാണ്. അപ്പോൾ വർഷങ്ങളായിട്ട് അപ്പൂപ്പന്മാരുടെ കാലം മുതൽ മുന്നാധാരമില്ലാതെ തറവാടിൻ്റെ പൊതു സ്വത്തായിട്ട് കിടക്കണമ്പോൾ നമ്മൾക്ക് അവിടെ വീട് വെക്കാൻ പറ്റത്തില്ല. താമസിക്കുന്ന വീട് നമ്മൾ താമസിച്ച് ഉറഞ്ഞ് താഴെ വീഴുന്നതല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. മെയിൻ്റനൻസ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ അടുത്ത അവകാശം കൊണ്ട് കേസ് കൊടുക്കും. അതാണ് പ്രശ്നം. മെയിൻ്റനൻസ് പോലും തൊടാൻ പറ്റുന്നില്ല. ഇതാണ് ഭാരപ്പെട്ടെന്ന സംഭവം. ഈ ഭാരപ്പെട്ട വിഷയം ഉടമ്പടി എടുക്കുമ്പോൾ വെറും 45 ഡേയ്സിനുള്ളിൽ ഇത് ലഘുവായിട്ട് വരുന്നത് കാണാം. അതാണ് ഈ ലൈറ്റ് വെയ്റ്റനിങ് എന്ന് പറയണത്. ഇതുപോലെ തന്നെയാണ് അവർക്ക് ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊരു സാക്ഷ്യം എന്ന് പറയണത്, മകളുടെ ഇപ്പോൾ സുകുമാരൻ്റെ മുരട് മുറുക്കം പാമ്പിൻ്റെ ഇടയിലൂടെ സുകുമാരൻ്റെ അമ്മയുടെ കരഗ്രഹിച്ചുള്ള സുകുമാരൻ്റെ ആത്മീയ യാത്രയെന്ന് പറഞ്ഞൊരു സാക്ഷ്യമുണ്ട്. എൻ്റെ അമ്മയെ ഇട്ടപ്പോൾ തന്നെ ഇപ്പോൾ 1 ലക്ഷത്തോളം അടുത്തായി. അതെന്താ കാര്യം? മുരട് മുറുക്കം പാമ്പ്, ഇതിൻ്റെ ഇടയിലൂടെ പരിശുദ്ധ അമ്മയുടെ കരം ഗ്രഹിച്ചുള്ള സുകുമാരൻ്റെ ആത്മീയ യാത്ര. എന്താ അവരുടെ വിഷയം? എന്താ അതിൻ്റെ വിഷയം എന്ന് പറയണത്, അയാളുടെ അദ്ദേഹത്തിൻ്റെ മകള് MBBS സ്റ്റുഡൻ്റാണ്. അപ്പോൾ MBBS സ്റ്റുഡൻ്റായ, പക്ഷേ എന്താ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവളുടെ സബ്ജക്റ്റ് വൈസ് ഒക്കെ ക്യാച്ച് ചെയ്യാൻ പറ്റണില്ല. അത് ഭാരമാണ്. നമ്മൾ സംസാരിക്കുന്നത് ലൈറ്റ് വെയ്റ്റനിങ്ങിനെ കുറിച്ചാണ്. അതായത് ലഘുത്വം, ഭാരലഘുത്വത്തെക്കുറിച്ച് സംസാരിക്കേണ്ടത്. ഉടമ്പടിയുടെ ഒരു പ്രധാനപ്പെട്ട ഇഫക്റ്റാണ് ഈ ഭാരലഘുത്വം. ആ സുകുമാരൻ്റെ സാക്ഷ്യം അത് ഭയങ്കര സാക്ഷ്യമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെന്നാ ചെയ്തെന്ന് വെച്ചാൽ, മകൾ അവിടുന്ന് ഇട്ടിട്ട് പോന്നു. ഹോസ്റ്റലിൽ നിൽക്കാൻ പറ്റാത്ത രീതിയിൽ പഠനം കണ്ടിന്യൂ ചെയ്യാൻ പറ്റണില്ല. അതൊരു ഡിപ്രഷൻ മോഡിലായിപ്പോയി ആൾ. നമുക്കറിയാം ഒത്തിരിയേറെ ഡിപ്രഷനുള്ള ആൾക്കാർ ഇവിടെ വരും. അവർക്കുള്ള കപ്പാസിറ്റികളൊക്കെ കൂടുതലാണ് അവർക്ക് അഭിമുഖീകരിക്കേണ്ടി വരുന്ന ജീവിത ഉത്തരവാദിത്വം. അങ്ങനെ വരുമ്പോൾ ചിലർ ഡിപ്രസ്ഡ് മോഡലാവും. കാര്യം ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ അവസാദമെന്ന് പറയും. ഭാരം മനസ്സിന് താങ്ങാൻ പറ്റാത്ത രീതിയിലാകുമ്പോൾ അവിടുന്ന് സാധാരണ മനുഷ്യൻ ചെയ്യണത് എന്താ, അവിടുന്ന് ഒന്നെങ്കിൽ കൂട് വിട്ടു പോരും, അതിന് ആത്മഹത്യ എന്ന് പറയണത്. ചില ആൾക്കാർ
നാട് വിട്ടു പോകും, പോയി കളയും. വീട്ടിൽ കടം കയറിയ കഴിഞ്ഞാൽ ആൾക്കാർ പോയി കളയത്തില്ലേ, അതിന് നാട് വിട്ടു പോകും. ആത്മഹത്യ ചെയ്തതിനെ കൂട് വിട്ടു പോകും. ഈ ഡിപ്രഷൻ നിസ്സാര കാര്യമല്ല. താങ്ങാൻ പറ്റത്തില്ലെന്ന് ഒരാൾക്ക് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ അവർ ഉടനെ അവിടെ നിന്ന് ഒഴിവെടുത്തിട്ട് ചിലപ്പോഴവർ വിശ്വാസമില്ലാത്തവരുടെ ആത്മഹത്യ ചെയ്യും, അല്ലാത്തവർ രാജ്യം വിട്ടുപോകും, അല്ലാത്തൊരു വട്ടായിട്ട് തന്നെ തുടരും. വട്ടായിട്ട് തുടരണം, വീട്ടിൽ തന്നെ ഉണ്ടാകും, പക്ഷേ വട്ടായി പോകും. വട്ടായിട്ട് തുടരുന്നതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അവർ ആരും ആക്രമിക്കത്തില്ല. കടക്കാർ വന്നാലും വെളിവില്ലാത്ത മനുഷ്യരോട് എന്ത് സംസാരിക്കാനാണ്? ഭാര്യയ്ക്കാണെങ്കിൽ പോലും കുടുംബത്തിൽ പൈസ ഇല്ല എന്നുണ്ടെങ്കിൽ മകളുടെ ഹോസ്റ്റൽ ഫീസ് ഇല്ലെങ്കിൽ മാനസിക രോഗമുള്ള ആളോട് എന്ത് സംസാരിക്കാനാണ്? അപ്പോൾ അതിൽ നിന്ന് ഒളിച്ചോടാൻ വേണ്ടി സ്വയമായിട്ടൊരു മനുഷ്യൻ കണ്ടുപിടിക്കുന്ന മാർഗമാണ് ചില സൈക്കോസിസായിട്ട് വരുന്ന രോഗങ്ങൾ. എല്ലാം അങ്ങനെയാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. ചിലതെല്ലാം ഇതുപോലെ ഫ്ലീയിങ് ആയിട്ടുള്ള ടെൻഡൻസിയാണ്. ഒന്നെങ്കിൽ വീട്ടിൽ തന്നെ അവർ മനസ്സ് വിട്ടു പോകും, വീട്ടിൽ തന്നെ ഉണ്ടാകും, അല്ലെങ്കിൽ വീട് വിട്ടു പോകും, അല്ലെങ്കിൽ രാജ്യം വിട്ടു പോകും. ഇങ്ങനെ ഒരു വ്യത്യസ്തമായ, അതാണ് ഈ ഡിപ്രഷൻ എന്ന്. അപ്പോൾ ഈ ഭാരം ചികിത്സിക്കപ്പെടേണ്ട ഒരു വിഷയമാണ്. ഭാരമെന്ന് പറയുന്നത്, മനസ്സിൻ്റെ ഭാരം ശരിക്കും ചികിത്സിക്കപ്പെടേണ്ട വിഷയമാണ്. അത് ഡൈക്കാർഡിന മോർഫിനെ കഴിച്ചിങ്ങനെ മയങ്ങിയിരുന്നത് കൊണ്ടൊന്നും അതൊക്കെ കണ്ണിപ്പൊടിയിടാനേ പറ്റത്തുള്ളൂ. അത് ഡയറക്റ്റ്. അതുകൊണ്ടാണ് ഈശോ പറയണത്, അധ്വാനിക്കുന്നവനെ, ഭാരം വഹിക്കുന്നവനെ, നിങ്ങൾ എൻ്റെ അടുത്ത് വരിക, ഞാൻ എന്ത് ചെയ്യും? ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. എന്താ കാരണം? ഞാൻ ശാന്തശീലനാണ്, പിന്നെന്താണ്? വിനീത ഹൃദയനാണ്. എന്ത് ചെയ്യണം? നിങ്ങൾ എന്നിൽ നിന്ന് പഠിക്കണം. അപ്പോൾ വ്യഗ്രത കാണിക്കരുത്. ഉടനെ വണ്ടിയുടെ അകത്ത് കിടന്ന് ഓടാൻ നോക്കരുത്. ഉടനെ വണ്ടിയുടെ അകത്ത് കിടന്ന് ഓടി വണ്ടിക്ക് മുമ്പ് എത്താൻ വേണ്ടി വ്യഗ്രത കാണിക്കരുത്. നിങ്ങൾ എന്നിൽ നിന്ന് പഠിക്കണമെന്നാണ് പറയണത്. ക്രിസ്തുവിൽ നിന്ന് പഠിക്കാൻ വേണ്ടത് വെച്ചാൽ എല്ലാ വിഷയങ്ങൾക്കും അതിൻ്റേതായിട്ടുള്ള കാലികമായിട്ടുള്ള സൊല്യൂഷൻസ് ഉണ്ടാകും. അതുവരെ യു മസ്റ്റ് വെയിറ്റ്. അച്ഛൻ പറഞ്ഞാൽ മനസ്സിലായില്ലേ? ഈശോയിൽ നിന്ന് പഠിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈശോയുടെ ഒരു സമീപന രീതിയുണ്ട് വിഷയങ്ങളോടുള്ള. നമ്മൾക്ക് ആ വിഷയം അപ്പം തന്നെ പരിഹരിക്കണമെന്നാണ് നിങ്ങൾ പറയണത്. ചില വിഷയം അപ്പം തന്നെ പരിഹരിക്കാൻ പറ്റത്തില്ല. വെയിറ്റ് ആൻഡ് സീ ആണ് ചില വിഷയങ്ങൾ. ഇപ്പം തന്നെ ഉദാഹരണത്തിന് ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ് 11:28 മത്തായി ശ്ലീഹ ശ്രദ്ധിക്കട്ടെ. അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ. അപ്പോൾ എല്ലാവരെയും വിളിച്ചിരിക്കുകയാണ്, എല്ലാ ജാതിക്കാരെയും വിളിച്ചിട്ടുണ്ട്, ക്രിസ്ത്യൻസിനെ മാത്രമല്ല. മനസ്സിലായില്ലേ? ഈശോയുടെ വചനത്തിൻ്റെ ഒക്കെ രീതി, അഡ്രസ്സിങ് ഭയങ്കരമാണ്. പബ്ലിക് അഡ്രസ്സിങ് ആണ്. പിന്നെ ഇത്തിരി കടിക്കട്ടുകായിട്ടുള്ള കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ഈശോ ശിഷ്യന്മാർ അത് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ ശിഷ്യന്മാരോട് മാത്രം പറയും, അത് രഹസ്യമായിട്ടേ പറയത്തുള്ളൂ. അത് ബൈബിളിൽ അതുണ്ട്. പക്ഷേ പൊതുകാര്യങ്ങൾ, പൊതുജീവിതത്തിലെ കാര്യങ്ങൾ ഓപ്പൺ ഫോറത്തിലാണ് ഈശോ സംസാരിക്കുന്നത്. വെച്ചാൽ പുറത്ത് പബ്ലിക്കാണ്. അതാണ് അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരായ നിങ്ങൾ എല്ലാവരും. എല്ലാവർക്കുമാണ് മുൻതൂക്കം. അല്ലാതെ ഈശോനെ ഹോണർ ആദ്യം ഈശോനെ ബാപ്റ്റിസം വഴി സ്വീകരിച്ച ആൾക്കാർ മാത്രമല്ല, എനിബഡി ഈശോനെ കേൾക്കാൻ മനസ്സുള്ള എല്ലാവരെയുമാണ് ഈ ആശ്വാസത്തിലേക്ക് വിളിച്ചിരിക്കുന്നത്. അത് നിങ്ങളെല്ലാവരും എൻ്റെ അടുത്ത് വരിക. അടുത്ത വചനം വായിച്ചേ. ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ഇന്ന് ലോകത്തിൽ ഒരു മനുഷ്യനും ഈ മനുഷ്യരാശിയോട് സംസാരിക്കാത്തൊരു സംഭവമാണ്. എന്താണ്? ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. നമുക്കെത്രയോ സമാരാധ്യന്മാരെ മതസ്ഥാപകരും അതുപോലെ തന്നെ ലോകഗുരുക്കളുമൊക്കെ ഉണ്ടെങ്കിലും മനുഷ്യനെ ആശ്വസിപ്പിക്കാമെന്ന് അവൻ്റെ മുഖത്ത് നോക്കി ജാതിയും മതവും നോക്കാതെ പറഞ്ഞ ഒരേ ഒരാളാണ് ഈശോ. അതാണ് ഈശോയുടെ ദൈവത്വം എന്ന് പറയണത്. കൈ ഇട്ടിച്ച് കർത്താവിനെ കാത്തുകൊള്ളണമേ
കാത്തുകൊള്ളിടമേ നീ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഒരു കാര്യം എനിക്ക് നിങ്ങളോട് കൈകൂപ്പി അപേക്ഷിക്കാനുണ്ട്. അതായത് നമ്മൾ പാടിയാലും പ്രാർത്ഥിച്ചാലും ഇതിലെല്ലാം നമുക്ക് ദൈവസ്നേഹം ഫീൽ ചെയ്യാതെ പാടുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. പക്ഷേ നിങ്ങൾക്ക് ദൈവ അനുഭവം വേണമെന്നുണ്ടെങ്കിൽ വെൻ യു സിങ് വിത്ത് ലവ് ഓഫ് ഗോഡ്, ദൈവസ്നേഹത്തോടെയാണ് അത് പാടേണ്ടത്. ഒരു വചനം കേൾക്കുമ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ യേശുവേ സ്തോത്രമെന്ന് പറയണത്? അത് നമുക്ക് ആ വചനത്തോട് ഉള്ള ഒരു തുറവിയും വചനത്തിലുള്ള ആന്തരിക ആനന്ദവും ഉണ്ടാകുമ്പോഴുണ്ടാകുന്ന നമ്മുടെ ഓട്ടോമാറ്റിക് പ്രതികരണമാണ് യേശുവേ സ്തോത്രം എന്നുള്ളത്. പക്ഷെ ഇതെല്ലാം ഈ മെക്കാനിസം എല്ലാം വർക്ക് ചെയ്യേണ്ടത് ഔട്ട് ഓഫ് ലവ് ആണ്. ആധ്യാത്മികതയിൽ വളരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം തന്നെ ഒരു കൊയ്ത്തിനാണ് തയ്യാറാകണമെങ്കിൽ ആദ്യം അരുവ മുറിച്ചുള്ളതാക്കണ്ടേ, ഇല്ലേ? അതുപോലെയുള്ളൊരു നടപടിക്രമം ഇതിൻ്റെ അകത്തുണ്ട്. നിങ്ങൾ ദൈവാനുഭവത്തിനാണ് തയ്യാറായി വരുന്നതെന്നുണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് ദൈവസ്നേഹം എന്നെ വർദ്ധിപ്പിക്കാൻ നോക്കണം. ഒന്ന് പ്രാർത്ഥിക്കുക, കൈനെഞ്ചത്ത് വെച്ച് പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, അങ്ങയുടെ ഓരോ വാക്കും, അങ്ങയെക്കുറിച്ചുള്ള ഓരോ ഗാനങ്ങളും, അങ്ങയുടെ നാമത്തിലുള്ള ഓരോ പ്രവൃത്തികളും കടുത്ത ദൈവസ്നേഹത്തോടെ സന്തോഷത്തോടെ നിർവഹിക്കുവാൻ എനിക്ക് പ്രത്യേക അഭിഷേകം നൽകണമേ. ശ്രദ്ധിക്കട്ടെ. ആരാധന മണിക്കൂറിലും വ്യാപരിക്കുവാൻ അഭിഷേകം ചെയ്യണമേ. ഉടമ്പടി നിബന്ധനകള് ദൈവസ്നേഹത്തോടെ പൂർത്തിയാക്കുവാൻ അഭിഷേകം ചെയ്യണമേ. നിന്നെ സ്നേഹിച്ചിടുന്നേ, നിന്നെ നിരച്ചു വാഴും എന്നിലേഴും നല്ലവനേ, എൻ ശക്തിയൊക്കെയോടും നിന്നെ സ്നേഹിച്ചിടുന്നേ, നിന്നെ നിരച്ചു വാഴും എന്നിലേഴും നല്ലവനേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇപ്പോഴേ 11:28 ഈശോ എന്നാ പറഞ്ഞത്? നമുക്ക് സ്വസ്ഥത ഉണ്ടാകാൻ, ഡിപ്രഷൻ ഉണ്ടാവാതിരിക്കാൻ ഈശോ എന്നാ പറഞ്ഞത്? അധ്വാനിക്കുന്നവരും അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാണ്. എന്നിൽ നിന്ന് പഠിക്കുവേൻ. ഇപ്പൊ 2 കാര്യങ്ങളാണ് ഈശോയിൽ നിന്ന് പഠിക്കേണ്ടത്. ഒന്നെന്താണ്? ശാന്തശീലത. ഹറിബറി ആക്കരുത്, ധൃതി കാണിക്കരുത്. മനസ്സിലായില്ലേ? ധൃതി കാണിച്ചാൽ ധൃതിക്കാരെല്ലാവരും അഹങ്കാരികളാണെന്നാണ് വചനം പറയുന്നത്. അഹങ്കാരമാണ് പ്രശ്നം. നിങ്ങൾ ആരോ വലിയ കൊണാണ്ടറാണെന്ന് നിങ്ങൾ ധരിക്കുന്നു. അതുകൊണ്ട് അത് അംഗീകരിക്കാത്ത സമൂഹത്തിൽ അവരെ നിങ്ങൾ അറ്റാക്ക് ചെയ്യുന്നു. അങ്ങനെയാണ് ഇഷ്യൂ ഉണ്ടാകണത്. മനസ്സിലായില്ലേ? നിങ്ങൾ ആരോ ആണെന്നുള്ളത് നിങ്ങൾ ധരിക്കുന്നു. നിങ്ങളുടെ വിദ്യാഭ്യാസം, നിങ്ങളുടെ ജാതി, നിങ്ങൾ വളർന്നു വന്ന സാഹചര്യം, നിങ്ങളുടെ ഇത്രയും നാളുള്ള നിങ്ങളുടെ റെസ്യൂം, ബയോഡേറ്റ, അതിലൂടെ നിങ്ങൾ വളർന്ന് വന്നിട്ടുള്ള എല്ലാത്തിനെയും ഇടിച്ച് പൊടിച്ച് തരിപ്പണമാക്കി ഉയർന്നു വന്നിട്ടുള്ള നിങ്ങളുടെ കലിബർ കപ്പാസിറ്റി, അങ്ങനെ അതെല്ലാമായി നിങ്ങൾ നാളെ എപ്പോഴെങ്കിലും ഇതുപോലെ ഇതൊന്നും അംഗീകരിക്കാത്തൊരു വ്യക്തിയുടെ മുമ്പിൽ, ഒരു സമൂഹത്തിൻ്റെ മുമ്പിൽ, ഒരു സാഹചര്യത്തിൻ്റെ മുമ്പിൽ നിങ്ങൾ നിർത്തപ്പെടും. അപ്പോഴെന്ത് പറ്റും? നിങ്ങൾ ഹർട്ടാകും. അതാണ് വിഷയം. അതുകൊണ്ട് ഈശോ എപ്പോഴും ചെയ്യണമെന്ന് വെച്ചാൽ ഹറിബറി കാണിക്കുന്നവർ, ഇപ്പോൾ എല്ലാവർക്കും ഇപ്പോൾ കല്യാണം ഹറിബറി കാണിക്കേണ്ടവരുണ്ട്, ജോലി ഹറിബറി കാണിക്കുന്നത്. കഴിഞ്ഞ ഒരു
10-12 കൊല്ലം മുമ്പ് ഒരു ലേഡി എൻ്റെ അടുത്ത് വന്നു, ഒരു തിരി ഇങ്ങോട്ട് തന്നു. അന്ന് ഉടമ്പടി അമ്മ തന്നിട്ടില്ല, വെള്ളത്തിരിയാണ് ഉപയോഗിച്ചിട്ടുണ്ട്. ഒരു തിരി വന്ന് വെച്ച് തന്ന. എനിക്കവളെ പരിചയമുള്ള എൻ്റെ നാട്ടുകാരത്തെ ആയതുകൊണ്ട് ഞാൻ പിന്നെ ഒന്നും പറഞ്ഞില്ല. ഞാൻ എന്താ വെച്ചാൽ പരിചയമുള്ള ആളല്ലേ, അടുപ്പമുള്ള ആളെ. അപ്പം ഞാൻ എന്തടിയാന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു ഇത് വെഞ്ചരിച്ചാൽ എനിക്കിപ്പോൾ ജോലി വേണമെന്ന് പറഞ്ഞു. ഇത് വെഞ്ചരിച്ചാൽ എനിക്കിപ്പോൾ ജോലി വേണമെന്ന് പറഞ്ഞു. എന്താ പറ്റുക, അവളെ TTCയോ BEdോ കഴിഞ്ഞ് ഇറങ്ങിയതേ ഉള്ളൂ. അപ്പം തന്നെ അവൾ സ്കൂളിൽ കയറണമെന്ന് അതിന് ഒരു തിരിയും പിടിച്ച് ദൈവത്തിനെ ഭീഷണിപ്പെടുത്താൻ ഇറങ്ങിയിരിക്കുക. അതാണ് പ്രശ്നം. ഞാനത് വെഞ്ചരിച്ച് കൊടുത്തൊക്കെ ജോലി കിട്ടി. പക്ഷെ ഞാൻ അവളുടെ ഒരു കാര്യം പറഞ്ഞു, ഈ മോഡ് നീ ആവർത്തിക്കരുത്. ഈ മോഡ്, ഈ രീതിയിലുള്ള നിൻ്റെ ഈ എന്താണ് ഇപ്പം തന്നെ എടുത്ത പിടിച്ചാലേ എല്ലാം പിടിച്ചടക്കാൻ വേണ്ടിയുള്ള ഈ വ്യഗ്രതയില്ലേ, ഇത് ആവർത്തിക്കരുത്. അറ്റാക്ക് വരെ ഉണ്ടാകും കുറച്ച് കഴിയുമ്പോൾ. കാര്യം ജീവിതം അങ്ങനെയല്ല, സാഹചര്യങ്ങൾ അങ്ങനെയല്ല. എപ്പോഴെങ്കിലും ഒരു സംഭവം നടന്നു എന്ന് പറഞ്ഞ് അതേ മോഡിൽ നിങ്ങൾ ദൈവത്തിനെ എപ്പോഴും അളക്കരുത്. അങ്ങനെ വന്നാൽ ഇന്നല്ലെങ്കിൽ നാളെ ദൈവം നിങ്ങളുടെ കൈവിട്ടു പോകും. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ രീതിയല്ല നിങ്ങളുടേത്. എന്താ പ്രശ്നം വെച്ചാൽ നിങ്ങളിൽ നല്ലൊരു ശതമാനം അഹങ്കാരമുണ്ട്. ധൃതി കാണിക്കുന്നവരിൽ എന്താ ഉള്ളത്? പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കാത്ത അഹങ്കാരമുണ്ട്. വലിയ കാര്യങ്ങൾ ദൈവത്തിന് ചെയ്യാൻ പറ്റത്തില്ല. ചെറിയ വല്ല പണി കിട്ടണമൊക്കെ നടന്നു ജോലി കിട്ടും. വലിയ കാര്യങ്ങൾ ദൈവം ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റത്തില്ല ധൃതിക്കാർക്ക്. അതെന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഈ ഈശോ എന്താ പറഞ്ഞത്? ഞാൻ ശാന്തശീലനാണ്, പിന്നെന്താണ്? വിനീത ഹൃദയനാണ്. ഈ വിനീത ഹൃദയം ഉണ്ടായാൽ മാത്രമേ വലിയ കാര്യങ്ങൾ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതാണ് മരിയ സ്പിരിച്വാലിറ്റി. അതാണ് ലൂക്ക 1:49. ശ്രുതികട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി, ആരാധന ആരാധന ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി കർത്താവേ, സ്തോത്രം യേശുവേ. ആരാധന 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 ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. ലൂക്ക 1:49. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു, അവിടുത്തെ നാമം പരിശുദ്ധമാണ്. അതൊക്കെ ഒന്ന് 48 വായിച്ചേ. അവിടുന്ന് തൻ്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു. അതാണ് സംഭവം. അത് വലിയ കാര്യങ്ങളും മേജർ ഡ്യൂട്ടി വിഷയം. ഉടമ്പടിയെ സംബന്ധിച്ചിടത്തോളം മേജർ ഡ്യൂട്ടിയാണ് ഉള്ളത്. ചെറിയ കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ വല്ല നൊവേനയും കൂടി നിങ്ങളുടെ നാട്ടിൽ തന്നെയുള്ള സംവിധാനമുണ്ട്. ആലപ്പുഴ വരേണ്ട ഒരു കാര്യമില്ല. ഉടമ്പടി നമ്മൾ എടുക്കുന്നത് മേജർ ഡ്യൂട്ടി ചെയ്യാൻ വേണ്ടിയാണ്, വലിയ കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. അപ്പോൾ വലിയ കാര്യങ്ങൾ ചെയ്യുമ്പോൾ എപ്പോഴും ഈ ലൂക്ക 1:48 നോക്കണം. എന്താണ്? ശക്തനായവൻ പറഞ്ഞേ, ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അതെങ്ങനെയാണ് ശക്തൻ വലിയ കാര്യങ്ങൾ ചെയ്തത്? അവിടുന്ന് പറഞ്ഞേ, തന്റെ ദാസിയുടെ വിനീതാവസ്ഥ തൃക്കൺ പാർത്തു. വിനീതാവസ്ഥയ്ക്ക് അഹങ്കാരമില്ല, ധൃതിയില്ല. മനസ്സിലായില്ലേ? കർത്താവ് അനുവദിക്കുമ്പോൾ കർത്താവ് നല്ലതേ അനുവദിക്കത്തുള്ളൂ. ഞാൻ കർത്താവിൻ്റെ മനസ്സ് വരെ വെയിറ്റ് ചെയ്യും. ചെറിയ കാര്യം, അതായത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുക, നിങ്ങൾ ധൃതിക്കാരാണ്, ഓടുന്ന വണ്ടിയുടെ അകത്ത് കിടന്ന് ഓടി വണ്ടിക്ക് മുമ്പ് എത്താൻ നോക്കുന്ന ആൾക്കാരാണ് എന്ന് വെച്ചാൽ ബേസിക്കായിട്ട് നിങ്ങൾ കോമ്പറ്റീറ്റീവ് ആണെന്ന് എൻ്റെ അർത്ഥം. മനസ്സിലായില്ലേ? കോമ്പറ്റീറ്റീവ് ആണെന്ന്. നിങ്ങൾ ധൃതി കാണിക്കുന്നവരുടെ ഉള്ളിൽ എപ്പോഴും ഒരു മത്സരം ഉണ്ടാകും. അതുകൊണ്ട് ബൈബിൾ എന്താ പറയണത്? 2 ഫിലിപ്പി 2:3. ശ്രുതികട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി കർത്താവേ നന്ദി. ഹല്ലേലൂയ. ഫിലിപ്പി 2:3. മാത്സര്യമോ വ്യർത്ഥാഭിമാനമോ മൂലം നിങ്ങൾ ഒന്നും ചെയ്യരുത്. അതാ പ്രശ്നം. ഇപ്പം ധൃതി കാണിക്കുന്നതിൽ 2 കാര്യങ്ങളുണ്ടാവും. ഒന്നെന്താണ്? മാത്സര്യം ഉണ്ടാവും. രണ്ടാമത്തെ എന്താണ്? വ്യർത്ഥാഭിമാനം. അവനേക്കാൾ നേരത്തെ എനിക്ക് ജോലി വേണം, അതാണ് ഒരു. അവരെക്കാൾ നേരത്തെ എനിക്ക് കാറ് വാങ്ങിക്കണം, അവരെക്കാൾ നേരത്തെ എനിക്ക് വീട് വെക്കണം. ഇതാണ് വിഷയം. ഇത് ഉള്ളിലുള്ളത് കൊണ്ടാണ് ധൃതി വരണത്. അതുകൊണ്ടാണ് ബൈബിള് പറയണത് ഫിലിപ്പി 2:3 എന്താ പറയണത്? മാത്സര്യമോ പറഞ്ഞേ, മാത്സര്യമോ പിന്നെ എന്താണ്? വ്യർത്ഥാഭിമാനമോ മൂലം. മീനിങ്ലെസ് എസ്റ്റീം. വ്യർത്ഥാഭിമാനം, അഭിമാനം എന്നല്ല, ബൈബിൾ അതിനെ തിരിക്കുന്നുണ്ട്. വ്യർത്ഥാഭിമാനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രയോജനമില്ലാത്ത അഭിമാനം. മത്സര്യമുള്ള ആൾക്കാർക്ക് വ്യർത്ഥാഭിമാനം ഉണ്ടാവും. ഇപ്പോൾ നിങ്ങളുടെ ആൻറ്റിയുടെ മകൾ കാനഡയിൽ പോകണമെന്ന് കേട്ടതേ ഉള്ളൂ. നിങ്ങളുടെ മനസ്സിൽ ഉടനെ വന്ന് അവളെക്കാൾ നേരത്തെ എനിക്ക് ഇംഗ്ലണ്ടിൽ പോകണമെന്ന്. തീർന്നില്ല പരിപാടി. നിങ്ങളുടെ കാര്യത്തിൽ തീരുമാനം. ഇത് വ്യർത്ഥാഭിമാനമാണ് സംഭവം. അതുകൊണ്ടാണ് ധൃതി കാണിക്കുന്നത്. അതുകൊണ്ടാണ് ബൈബിൾ പറയണത്
മാത്സര്യമോ പറഞ്ഞേ മാത്സര്യമോ ഫിലിപ്പ് 2:3 മാത്സര്യമോ മാത്സര്യമോ വ്യർത്ഥാഭിമാനവും മൂലം വ്യർത്ഥാഭിമാനമോ മൂലം നിങ്ങൾ ഒന്നും ചെയ്യരുത്. ഒന്നും ചെയ്യരുത്. അപ്പൊ ചില കാര്യങ്ങൾ ചെയ്യാം, ചില കാര്യങ്ങൾ ചെയ്യുന്നല്ല. യു മസ്റ്റ് നോട്ട് ഡു എനിത്തിങ് എന്നാണ്. ഒന്നും ചെയ്യാൻ പാടില്ല. നിങ്ങൾ ദൈവ പൈതലാണെന്നുണ്ടെങ്കിൽ, ദൈവത്തിൻ്റെ മനസ്സിനാണ് പ്രാധാന്യമാണെന്നുണ്ടെങ്കിൽ, യു വിൽ നോട്ട് ഡു എനിത്തിങ് വിത്ത് സ്പിരിറ്റ് ഓഫ് കോമ്പറ്റീഷൻ. മത്സരം കൊണ്ട് നിങ്ങളൊന്നും ചെയ്യത്തില്ല. ദാറ്റ് മീൻസ് ബൈബിൾ എപ്പോഴും ഉന്നം വെക്കുന്നത് നിങ്ങളുടെ ജഡിക മനുഷ്യനെ ശരിക്കും ഒന്ന് പരുവപ്പെടുത്തി ദൈവാരൂപി പ്രവർത്തിക്കുന്ന ഫോർമാറ്റിലേക്ക് കൊണ്ടുവരാൻ നോക്കുന്നുണ്ട്. അതിന് ഈശോ രഹസ്യമായിട്ട് ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട്. മനഃപൂർവ്വം ഈശോ അറിയും, പക്ഷെ പുറത്ത് പറയത്തില്ല. ഇപ്പോൾ കോച്ചേഴ്സിൻ്റെ ഒരു പരിപാടി അതാണല്ല. കോച്ച് ചെയ്യുന്ന ആൾക്കാരെ അവിടെ ഉള്ളിലൊരു ഉദ്ദേശമുണ്ടാകും. അവർക്കൊരു ടീച്ചിങ് ആയിട്ടുള്ള, ഇപ്പോൾ ടീച്ചേഴ്സിനെ അറിയാം, ഇപ്പോൾ പാഠഭാഗങ്ങൾ പഠിപ്പിക്കുമ്പോൾ ഇതുകൊണ്ട് അവരുദ്ദേശിക്കുന്ന ഈ പാഠം കൊണ്ട് കുട്ടികൾക്കുണ്ടാകേണ്ട ചില ലക്ഷ്യങ്ങളുണ്ട്. അത് കുട്ടികളോട് ചിലപ്പോൾ പറയത്തില്ല. അതിന് കരിക്കുലത്തിൻ്റെ ഒരു ഭാഗമാണ്. അതുപോലെ ഈശോ ചെയ്ത ഒരു പരിപാടിയുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈശോ ഒരു വൈകുന്നേരം ആയപ്പോൾ അപ്പോസ്തലന്മാരോട് പറഞ്ഞു, നിങ്ങൾ രാത്രി നമുക്ക് കിടക്കാനുള്ള സ്ഥലം ഒരുക്കാൻ പറഞ്ഞു. വളരെ ശുദ്ധഗതിക്ക് പറഞ്ഞാണ്, ഒരു കുഴപ്പമില്ല. കണ്ടില്ലേ, വളരെ ശുദ്ധഗതിക്ക് പറഞ്ഞതാണ്. അവൻ ജെറുസലേമിലേക്ക് പോകുന്ന വഴിക്ക് പറഞ്ഞ്, നമുക്ക് രാത്രി തങ്ങാനുള്ള സ്ഥലം എന്ന് പറഞ്ഞാൽ ചപ്പാത്തി ഇടാനുള്ള അടുക്കളയൊക്കെ വേണം, കുറച്ച് പരിപാടി ഉണ്ട് അതിൻ്റെ. അതാണ് സംഭവം. യഹൂദൻ്റെ മെയിൻ ആഹാരമാണല്ലോ മീൻ ചുടലും ചപ്പാത്തി ചുടലും ഒക്കെ. അപ്പം അതുകൊണ്ട് അതൊക്കെ ചെയ്യാനുള്ള സ്ഥലം വേണം, വീട് വേണം. നമുക്ക് 10-12 പേർക്ക് ഉറങ്ങുകയും ചെയ്യണം. അങ്ങനൊരു സ്ഥലം കണ്ടുപിടിക്കാൻ ഇവരെ ന്യൂട്രലായിട്ട് നേരത്തെ പറഞ്ഞു വിടും. ആരെ വിടണത്? യാക്കോബിനെയും യോഹന്നാനെയും. കൂട്ടത്തിൽ ഇടിവെട്ട് പാർട്ടിയാണ്, ഒന്നിനും സമാധാനം ഇല്ലാത്ത പാർട്ടിയാണ് ഈ പറഞ്ഞു വിടുന്നത്. അപ്പോൾ ഈശോ പറഞ്ഞു വിടുന്ന ആൾക്കാർ നോക്കണം. അന്ത്രയോസിനെയും ഫിലിപ്പോസിനെയാണ് പറഞ്ഞു വിട്ടെങ്കിൽ ഒരു പ്രശ്നമില്ലായി, എല്ലാം ശാന്തമായിട്ട് നടന്നു തരാം. എന്ന് വെച്ചാൽ ഇപ്പം തന്നെ ഈ അകത്ത് കിടന്ന് ഓടുന്ന ആൾക്കാരാണ് അവന്മാരുടെ പേര് തന്നെ ഇടിനാഥത്തിൻ്റെ പുത്രന്മാരെന്നാണ്. ബൊനേർഗസ് വെച്ച് കഴിഞ്ഞാൽ എല്ലാം ഇടിവെട്ട് പോലെ നടക്കണം പാർട്ടിക്ക്. അതിൻ്റെ പേര് തന്നെ അതാ. ബൈബിളിൽ അവരുടെ പേരിട്ടിരിക്കണത് ഇടിനാഥത്തിൻ്റെ പുത്രന്മാരെന്നാണ്. ഇടിനാഥത്തിന് ആരും വെയിറ്റ് ചെയ്യത്തില്ല, ഇടിവെട്ട് ആർക്കും വെയിറ്റ് ചെയ്യത്തില്ല, പെട്ടെന്ന് നടക്കണം. ഇടിവെട്ട് ആൾക്കാരാണ്. ബൈബിൾ അതിൻ്റെ പേര് അവർ ഈ 2 കക്ഷികളെ പറഞ്ഞു വിടണത്. എന്താ ഇവർ ചെയ്യണത്? ഇവർ ചെന്നേച്ച് ദാർഢ്യമുണ്ട് ഇവർക്ക് കാര്യം അപ്പം തന്നെ ഈ പിടിച്ചുകൊണ്ട് വരാൻ പറഞ്ഞാൽ കൊന്നുകൊണ്ട് വരുന്ന പാർട്ടിനെ വിട്ടിരിക്കണത്. ഇവരിൽ പരിശുദ്ധാത്മ പ്രവർത്തിക്കാനുള്ള ചാൻസ് ഇല്ല. അതുകൊണ്ട് തന്നെ ഇവർ നാളെ കാലങ്ങളിൽ ദൈവത്തിൻ്റെ പ്രവർത്തനത്തിന് കൊള്ളാതെ വരും. അതുകൊണ്ട് ഇവരെ പറഞ്ഞു വിട്ടിരിക്കുകയാണ്. ഇവരെന്താ ചെയ്തിരിക്കണത്? അവർ സമറിയക്കാരുടെ പട്ടണത്തിൽ ചെന്നിട്ട് അവരുമായിട്ട് ഇഷ്യൂ ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾക്ക് പറയുന്നതിന് അവതരിപ്പിക്കുന്നതിനൊക്കെ രീതികളുണ്ടല്ലോ, അതൊന്നും ഇല്ലാതെ ഇവർ ദാർഢ്യത്തോടെ അവതരിപ്പിക്കും. അപ്പോൾ അവർ ചോദിച്ചത്, നിങ്ങൾ എങ്ങോട്ടാണ് പോണത്? അപ്പോൾ അവർ പറയും, ഞങ്ങൾ ജെറുസലേമിലേക്ക് പോവുകയാണ്. എന്താ പിടിച്ചില്ലേ എന്ന് ചോദിക്കും. ആ രീതിയിലാണ് ഇവർ സംസാരിക്കുന്നത്. അപ്പോഴേ സമരക്കാർക്ക് അവിടെ കൂറലായി. അവർ പറഞ്ഞ്, ജെറുസലേമിലേക്കല്ല, ഈ ഇന്ദ്രനായാലും ശരി ഇവിടെ കൂടി പോണ പ്രശ്നമില്ലെന്ന് പറഞ്ഞു. ഇതൊക്കെ കൈയും കാര്യം വിട്ടുവെന്ന് പറഞ്ഞു. അതോടുകൂടി ഇവരുടെ യഥാർത്ഥ സ്പിരിറ്റ് പുറത്തു വന്ന് ഇവർ മിണ്ടാതെ വന്നിട്ട് ഈശോൻ്റെ അടുത്ത് പറയണ വർത്തമാനമുണ്ട്. എന്താ പറയണത്? അവർ ഈശോയോട് പറയണത്, ആകാശത്തുനിന്ന് ഇടുത്തി വന്ന് അവരെ നശിപ്പിക്കാൻ ഞങ്ങൾ കൽപ്പിക്കട്ടെ, ഞങ്ങൾക്ക് അതിൻ്റെ അധികാരം തരാൻ. അപ്പോൾ സാഹചര്യം മാറിയപ്പോഴേ ഇവിടെ ഈശോയുടെ സ്പിരിറ്റൊന്നുമില്ല. ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, സ്നേഹം, അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ പഠിപ്പിച്ചൊക്കെ ശരിയാണ്. പക്ഷേ വേദപാഠം ഇവിടെ ഏറ്റില്ല. കൈവന്മാരുടെ ഉള്ളിലിരിക്കണ വേറെ അരൂപിയാണ്. നിങ്ങൾ എന്ത് ഉടമ്പടി എടുത്താലും ആ പഴയ അരൂപിയാണ് ഇരിക്കണമെന്നുണ്ടെങ്കിൽ പണി മേടിച്ച് പോകാനുള്ള സാധ്യതയുണ്ട് ആലപ്പുഴയെന്ന്. വല്ല കഥയുണ്ടാ? അപ്പോൾ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട വിഷയമാണ്. നിങ്ങൾ ഉടമ്പടി എടുത്താലും വല്ലതൊക്കെ എഴുതിയിടുകയില്ല. ചില ആൾക്കാർ ഇവിടെ എഴുതുകയില്ല, അമ്മ പ്രസവിക്കണം, ആട് പ്രസവിക്കണം, ഞാൻ കളിയാക്കുമല്ല, ചുമ്മാ ഈ പെട്ടി കാണുമ്പോൾ എഴുതിയിട്ടേച്ചും പോവും. അങ്ങനെ വല്ല എഴുതിയിടലും ആയിട്ട് ഈ പഴയ ആൾക്കാരുടെ തന്നെ ഇരിക്കാനാണ് ഉദ്ദേശിച്ചതെങ്കിൽ ഇത് വെളുക്കാൻ തേക്കണ പാണ്ടാകാൻ സാധ്യതയുണ്ട്. ഉടമ്പടിയുടെ സ്പിരിറ്റുണ്ട്. അതാണ് പ്രശ്നം. അവരെന്താ പറയുന്നത്? ഇവർ പറയണത്, ഞങ്ങൾ ഇവരോട് എന്തെല്ലാം പറഞ്ഞിട്ടുണ്ടെന്നറിയാം. ഇതിനുള്ളിൽ ഈ ആകാശത്തുനിന്ന്
അഗ്നി ഇറങ്ങി സമറിയക്കാരെ നശിപ്പിക്കട്ടെ എന്ന് ഞങ്ങൾ കൽപ്പിക്കട്ടെ എന്നാണ് ഈശോയോട് ചോദിക്കുന്നത്. അപ്പോൾ ഈ കക്ഷികൾ ഇത്രയും നാൾ പഠിച്ച വേദപാഠം, കർത്താവിൽ നിന്ന് പഠിച്ച വചനങ്ങൾ എല്ലാവരും മറന്നു. കാര്യം ഇത് ലൂക്കായുടെ 10-ാം അധ്യായത്തിലാണ് ഈ സംഭവം ഉള്ളത്. ആ 7-ാം അധ്യായത്തിലേക്ക് ഈശോ പറഞ്ഞിട്ടുണ്ട് പലപ്പോഴും. അതായത് മറ്റുള്ളവർ നിങ്ങളോട് എന്ത് ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നതോ അതുപോലെ മറ്റുള്ളവരോടും ചെയ്യണമെന്ന്. അതൊക്കെ പറഞ്ഞ് പഠിപ്പിച്ച ആ കക്ഷികളാണത്. പക്ഷെ പഠനമൊന്നും ഇവിടെ ഏറ്റില്ല. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ് മറ്റുള്ളവരോട്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ ആരാധന 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 ഹല്ലേലൂയ 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 യേശുവേ നന്ദി കർത്താവേ യേശുവേ നന്ദി ഹല്ലേലൂയ 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 യേശുവേ നന്ദി കർത്താവേ നന്ദി ഹല്ലേലൂയ യേശുവേ നന്ദി ഹല്ലേലൂയ ഹല്ലേലൂയ ആരാധന 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 അങ്ങേക്ക് ആരാധന 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 അങ്ങേക്ക് ആരാധന. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ ആരാധന 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 ഹല്ലേലൂയ 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 യേശുവേ സ്തുതി ഹല്ലേലൂയ 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 ആരാധന 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 അങ്ങേക്ക് ആരാധന 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 അങ്ങേക്ക് ആരാധന. ലൂക്ക 6:31. ലൂക്ക 6:31. മറ്റുള്ളവർ നിങ്ങളോട് എങ്ങനെ പെരുമാറണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ അങ്ങനെ തന്നെ നിങ്ങൾ അവരോടും പെരുമാറുവിൻ. മറ്റുള്ളവർ നിങ്ങളോട് എങ്ങനെ പെരുമാറണം നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ അതുപോലെ തന്നെ നിങ്ങൾ അവരോട് പെരുമാറും. ഇത് ലൂക്ക 6:31 ഈ സമറിയക്കാരൻ ഇടുത്തി വീട്ടെന്ന് പറയണത് 9:54 ലൂക്ക 9:54. ഇത് കണ്ടപ്പോൾ ശിഷ്യന്മാരായ യാക്കോബും യോഹന്നാനും പറഞ്ഞു, കർത്താവേ, സ്വർഗത്തിൽ നിന്ന് അഗ്നിയിറങ്ങി ഇവരെ നശിപ്പിക്കട്ടെ എന്ന് ഞങ്ങൾ പറയട്ടെയോ? സംഭവം മനസ്സിലായില്ലേ? 6:31 എന്താ പറഞ്ഞിരിക്കണത്? ഈശോ പഠിപ്പിച്ചത് എന്താണ്? 6:31 ഈശോ പഠിപ്പിച്ചത് എന്താണ്? മറ്റുള്ളവർ നിങ്ങളോട് എങ്ങനെ പെരുമാറണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ അതുപോലെ നിങ്ങൾ അവരോട് പെരുമാറുക. ഇതിനൊക്കെ ഇത് ഗോൾഡൻ റൂൾ എന്നാണ് പറയണത്. ഈ ഗോൾഡൻ റൂളിൻ്റെ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചിറങ്ങിയ കക്ഷികളാണ് ഇപ്പോഴും പോയിട്ട് നേരെ ഓപ്പോസിറ്റ് ഒരു വിഷയം വന്നപ്പോഴേ അവിടെ തനി സ്വഭാവം കാണിക്കണത്. നിങ്ങൾ എന്ത് പഠിച്ചാലും വിഷയം വരുമ്പോൾ തനി സ്വഭാവം കാണിക്കുമെന്ന് ദൈവത്തിന് അറിയാമെങ്കിൽ ഉടമ്പടി വർക്ക് ചെയ്യത്തില്ല. പിടികിട്ടിയാ? ഒറ്റ നടക്ക് പോകത്തില്ല ഈ സംഭവം. നിങ്ങൾ എന്ത് പഠിച്ചാലും നിങ്ങൾക്കൊരു ഇഷ്യൂ ഉണ്ടാകുമ്പോൾ നിങ്ങളുടെ തനി സ്വഭാവം പുറത്തെടുക്കുമെന്ന് ദൈവത്തിന് തോന്നിയാൽ ഈശോ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. എന്താ ചോദ്യം? വാട്ട് സ്പിരിറ്റ് ലീഡ്സ് യു? 9:55 ടിപ്പണി നോക്കുക. 9:55 ടിപ്പണി. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ ഹല്ലേലൂയ ആരാധന 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 അങ്ങേക്ക് ആരാധന 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 അങ്ങേക്ക് ആരാധന. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ലൂക്ക 9:54 ടിപ്പണി. ടിപ്പണി എന്ന് മനസ്സിലായി? ടിപ്പണി എന്ന് വെച്ചാൽ ഫുഡ് നോട്ട്സ്. ബൈബിളിലെ ചില കയ്യെഴുത്ത് പ്രതികൾ പ്രധാനപ്പെട്ടതാണെങ്കിൽ അത് മെയിൻ സ്ട്രീമിൽ കണ്ടില്ലെങ്കിൽ ടിപ്പണിയിലുണ്ടാകും. ആ ടിപ്പണിയിൽ പ്രധാനപ്പെട്ട ചില കയ്യെഴുത്ത് പ്രതികളിലുള്ളതാണ് പറയണത്. 9:55
ആ പറഞ്ഞു, വായിച്ചോളൂ. കർത്താവെ, ഏലിയ ചെയ്തതുപോലെ സ്വർഗത്തിൽ നിന്ന് അഗ്നി ഇറങ്ങി വന്ന് ഇവരെ നശിപ്പിക്കട്ടെ എന്ന് ചില കയ്യെഴുത്ത് പ്രതികളിൽ കാണുന്നു. നെക്സ്റ്റ് വേർഡ്. ചില കയ്യെഴുത്ത് പ്രതികളിൽ താഴെപ്രകാരവും കാണുന്നു. അവൻ തിരിഞ്ഞ് അവരെ ശാസിച്ചുകൊണ്ട് പറഞ്ഞു, ഏത് വിധത്തിലുള്ള ആത്മാവാണ് നിങ്ങൾക്കുള്ളത് എന്ന് നിങ്ങൾ അറിയുന്നില്ല. അതാണ് വിഷയം. അതായത് വചനം നടപ്പിൽ വരുത്തണമെങ്കിൽ നമുക്കറിയാമല്ലോ, ഉടമ്പടി എന്ന് പറയുന്നത് എന്താണ്? അവൻ പറയണ പോലെ ചെയ്യുന്നതാണ്. അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം സ്പിരിറ്റ് ഡിസേൺ ചെയ്യേണ്ടി വരും. നമ്മളിലുള്ള സ്പിരിറ്റില്ലേ, അതാണ് 9:54. ഇപ്പോൾ ഇവരെന്താ, യാക്കോബ് യോഹന്നാൻ എന്താ പറഞ്ഞത്? സ്വർഗത്തിൽ നിന്ന് അഗ്നി ഇറങ്ങി അവരെ നശിപ്പിക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ഈശോ എന്താ തിരിച്ചു വയ്ക്കണത്? വാട്ട് സ്പിരിറ്റ് ലീഡ്സ് യു? എന്തരൂപിയാണ് നിങ്ങളെ നയിക്കുന്നത്? എന്തരൂപിയായിരിക്കും? അവരെ അഗ്നി ഇറങ്ങി നശിപ്പിക്കട്ടെ എന്ന് പറയുമ്പോൾ എന്തരൂപിയായിരിക്കും? അത് യോഹന്നാൻ 10:10 അരൂപിയാണ്. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. യോഹന്നാൻ 10:10. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. 10:10 മോഷ്ടിക്കാനും കൊല്ലാനും നശിപ്പിക്കാനുമാണ് കള്ളൻ വരുന്നത്. മനസ്സിലായില്ലേ? ഇപ്പം മനസ്സിലായില്ലേ അത് അരൂപിയാണെന്ന്? അവരെ തീയും ഗന്ധകവും വീണ് നശിപ്പിക്കാൻ വേണ്ടി പറയുന്ന അരൂപി എന്താണ്? യോഹന്നാൻ 10:10 അരൂപിയാണ്. എന്താണത്? മോഷ്ടിക്കാനും കൊല്ലാനും നശിപ്പിക്കാനുമാണ് കള്ളം വരുന്നത്. നശിപ്പിക്കുന്ന അരൂപി എന്താണ്? ദുഷ്ടാരൂപിയാണ്. മനസ്സിലായില്ലേ? അപ്പോസ്തലന്മാർ പറഞ്ഞത് കഥയൊന്നുമില്ല, ദുഷ്ടാരൂപിയാണ് നയിക്കണത്. സഭയിലെ പല പ്രശ്നങ്ങളും നമ്മൾ ഇന്ന് സ്കാൻ ചെയ്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ ദുഷ്ടാരൂപിയെ കാണാൻ പറ്റൂ. അപ്പോൾ എന്താ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവരോട് എന്താ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദുഷ്ടാരൂപിയാണ് നിങ്ങളെ നയിക്കണമെന്ന് ഈശോ പറയത്തില്ല. ഈശോ അതായത് ഭയങ്കര ടീച്ചറാണ്, ആത്മാവിൽ നിറഞ്ഞ ടീച്ചറാണ്. ആരെയും ബ്രാൻഡ് ചെയ്യത്തില്ല. യു ആർ ലീഡിങ് ബൈ ദ ഈവിൾ സ്പിരിറ്റ് എന്ന് ഈശോ പറഞ്ഞില്ല. യു മസ്റ്റ് ഇൻട്രോസ്പെക്റ്റ്. നിങ്ങളത് ആന്തരികമായിട്ട് ശോധന ചെയ്തെടുക്കണം. എന്ത് ചെയ്യണം? വാട്ട് സ്പിരിറ്റ് ലീഡ്സ് യു? എന്തരൂപിയാണ് നിങ്ങളെ നയിക്കണമെന്ന്. ഇത് ഓരോരുത്തരുടെ ചുമതലയാണ്, വേറെ ആരും പറയേണ്ട ചുമതലയല്ല. നിങ്ങൾ ഓരോ പ്രവർത്തനങ്ങളിൽ നിന്ന് ഓരോ വ്യക്തിയും കണ്ടെടുക്കണം. ഉടമ്പടി ചെയ്യുമ്പോൾ അവൻ പറയണ പോലെയാണ് ചെയ്യേണ്ടതെങ്കിൽ, അങ്ങനെ ചെയ്യണമെങ്കിൽ ചുമ്മാ ചെയ്യാൻ പറ്റത്തില്ല. 3 അരൂപിയുണ്ട്. ഏതരൂപിയാണ്? ദുഷ്ടാരൂപി, ലോകാരൂപി, ദൈവാരൂപി. പിടികിട്ടിയ? ക്ലിയർ അല്ലേ? അപ്പോൾ നിങ്ങൾ അവൻ പറയണ പോലെ ചെയ്യാനനുസരിച്ചിട്ട് ചില ആൾക്കാർക്ക് ചെയ്യാൻ പറ്റണില്ലല്ലോ, രോഗികളെ കാണാൻ പറ്റണില്ലല്ലോ, ചില ആൾക്കാർ രോഗികളെ കുളിപ്പിക്കാൻ പറ്റണില്ലല്ലോ, ചിലർക്ക് ഭക്ഷണം കൊടുക്കാൻ പറ്റണില്ലല്ലോ, ചിലർക്ക് പത്രം പോലും കൊടുക്കാൻ പറ്റണില്ലല്ലോ. യു ആർ ഗൈഡഡ് ബൈ ദ ഈവിൾ സ്പിരിറ്റ്. മനസ്സിലായില്ലേ? എന്നുവെച്ചാൽ അഹങ്കാരത്തിൻ്റെയും അതുപോലെ ഒരു മനുഷ്യരുടെ പേടിയുടെ അരൂപിയാണ് നിങ്ങൾ നയിക്കപ്പെടുന്നു. യു ആർ നോട്ട് ലയബിൾ ടു ടേക്ക് കവനന്റ്. നിങ്ങൾ ഉടമ്പെടുക്കാൻ ബാധ്യതയല്ല, യോഗ്യതയുമില്ല. യു മസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ബൈ നോ മീൻസ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. ഞങ്ങളെ നയിക്കപ്പെടുവാൻ കൃപയാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കൈയടിച്ചുകൊണ്ട് പാടുക. എന്റെ ഉള്ളിൽ വസിക്കാൻ